ഇപ്പൊ റീൽസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അഭിനയിച്ച ദാസല്ലേ? 55. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചിട്ട് 55 പെൺകുട്ടികൾ അഭിനയിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാനത് ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികമാരെ അഭിനയിച്ചത്. എസ്പെഷ്യലി ദാസേട്ടൻ കോഴിക്കോട് ആയിരിക്കാം ഏറ്റവും കൂടുതൽ നായികമാരെ കൂടെ റീൽസ് അഭിനയിച്ച ആള്. ഒന്നും വ്യത്യാസമൊന്നുമില്ല. സിനിമയും റീൽസും ഷോർട്ട് ഫിലിമും ആൽബമൊക്കെ ഒരേപോലെ തന്നെയാണ്. അല്ലാത്തിൽ എന്താ വേണ്ടത്? അഭിനയം. അതൊക്കെ അഭിനയിക്കാൻ പറ്റിയ മേഖലകളാണത്. സിനിമ കാണാൻ ദീപ്തി എന്ത് ചെയ്യും? ഒന്നുകിൽ OTT വന്നാൽ കാണും, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഫാമിലി ആയിട്ട് കാണും. റീൽസ് കാണാൻ ദീപ്തി എന്ത് ചെയ്യും? മൊബൈലിൽ ജസ്റ്റ് മേലോട്ട് തോണ്ടിക്കഴിഞ്ഞാൽ കാണാം. ദാസേട്ടൻ്റെ എല്ലാ ആർക്കും കാണാം. ഞാൻ പറഞ്ഞു വന്നത്, റീൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ലക്ഷം വ്യൂസ് വന്നു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ നമ്മളെ എത്തും. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അഭിനയിക്കുമ്പോൾ മോശം പറയും, നല്ല പറയും. സിനിമ എന്ത് ചെയ്യും? ഇത്രയും ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകണം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ OTT വരുന്നവർ വെയിറ്റ് ചെയ്യണം, വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ ദാസേട്ടാ, ഇത് എനിക്കും തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ ഇത് ദാസേട്ടന്റെ കമന്റ് ബോക്സിൽ കണ്ട ചില കാര്യങ്ങളാണ്. ദാസേട്ടൻ പലപ്പോഴും ചെയ്യുന്നത് പെൺകുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പെൺകുട്ടികളെ മാത്രമാണ്. എന്തുകൊണ്ട് ദാസേട്ടൻ ഒരു ആൺകുട്ടീന്റെ കൂടെ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ? ഞാൻ പറയട്ടെ, അത് ഒരു ഫേക്കായ ഒരു വാർത്തയാണ്. എന്റെ കൂടെ ഇപ്പൊ ഞാൻ കണ്ടന്റ് വീഡിയോസ് ലാസ്റ്റ് കുറെ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ആണുങ്ങൾ അഭിനയിക്കുന്നില്ലേ? ആക്ട്രസ് വേണ്ടേ? ഒരു ആണിന് പെണ്ണാക്കി വേഷം കെട്ടാൻ പറ്റുമോ? ഒരിക്കലും കഴിയൂല. അത് ഒരു മിഥ്യമായ ഒരു ഫേക്ക് ന്യൂസ് ആണ്. കാരണം വെച്ചാല്, ഞാനൊരു റൊമാൻറ്റിക് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പം ആണും പെണ്ണും വേണം, ഓക്കെ അല്ലേ? കണ്ടന്റുകളിൽ എല്ലാവരും വേണം. അമ്മ കഥാപാത്രം വേണം, ഭാര്യ വേണം, കാമുകി വേണം, വേണ്ടേ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് വീഡിയോസിലൊക്കെ എല്ലാവരും ഉണ്ട്. അതൊക്കെ ഒരു ഫേക്കായ കാര്യമാണ്.